കൊച്ചിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്നുണ്ടായ ജലവിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ജലവിതരണം വൈകും. കലൂരിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് ജലവിതരണം വൈകുന്നത്. അർജുൻ മട്ടന്നൂർ കലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല, ജലവിതരണം വൈകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ജലവിഭവ വകുപ്പ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഈ KMRL അറിയിച്ചതാണ്. ഈ വഴി പൈപ്പൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് പണിയെടുക്കണമെന്നൊക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് എന്തായാലും ഈ സംഭവം വരുത്തി വെച്ചിരിക്കുന്നത്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ അർജുൻ മട്ടന്നൂർ? എപ്പോഴത്തേക്ക് വെള്ളം കിട്ടും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിലെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കുള്ള കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരുന്നു. പ്രത്യേകിച്ച് പാലാരിവട്ടം, കലൂർ, തമ്മനം അടക്കമുള്ള മേഖലകളിലേക്ക് കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരുന്നു. എന്തായാലും ഈ മെട്രോയുടെ പൈലിംഗ് ജോലിയുടെ ഭാഗമായുള്ള നിർമ്മാണത്തിനിടെയാണ് ഈ കുടിവെള്ള പൈപ്പ് ലൈനിൽ വലിയ തോതിൽ പൊട്ടലുണ്ടായത്. ആ പൊട്ടൽ പരിഹരിക്കും, ഇന്നലെ രാത്രിയോടുകൂടി എന്നതാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് മണ്ണിടിയുന്നുണ്ട്. അത്തരത്തിലുള്ള പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. അത്തരത്തിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കിപ്പം നിയുക്ത കൗൺസിലറായ VK മിനിമോളുണ്ട്. എന്താണ് ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാത്തത്? എത്രത്തോളം വൈകും? അതായത് ഇന്നലെ രാവിലെ ഒരു 11 മണി തുടങ്ങിയ വർക്കാണ്. പക്ഷേ ഈ കാണുന്ന സൈറ്റ് കാണുമ്പോൾ അറിയാം മണ്ണിടിയാണ്. മണ്ണിടിയുന്നതുകൊണ്ട് ഈ വർക്ക് 3 മണിക്ക് തീരുമെന്ന്, ഇന്നലെ വൈകിട്ട് 3 മണിക്ക് തീരുമെന്ന് പറഞ്ഞു, തീർന്നില്ല. രാത്രി തീരുമെന്ന് പറഞ്ഞു. നേരം വെളുത്തിട്ടും ഫിനിഷിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്ക് തീരും. പക്ഷേ ഇത് വലിയ റിസ്ക്കാണ്. അടുത്തൊരു പില്ലറിന് വേണ്ടി ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും ഒരു പകരം സംവിധാനം ഈ കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പകരം സംവിധാനം എന്ന രീതിയിൽ മെട്രോ റെയിലും വാട്ടർ അതോറിറ്റിയും കുടിവെള്ള ടാങ്കറുകൾ വിതരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഇത് ഇത്രയും പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഫീഷ്യൻ്റായ വെള്ളം വിതരണം ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഉൾസൈഡിലേക്ക് താമസിക്കുന്ന ആളുകൾക്ക് ടാങ്കർ കടന്നു പോകാത്ത വീടുകളുണ്ട്. ഒന്നാമത്തെ കാര്യം നഗരപ്രദേശമാണ്. നമുക്ക് വാട്ടർ ടാങ്കർ മാത്രമുള്ളൂ, വലിയ പാത്രങ്ങളൊന്നും ഇല്ല. ആർക്കും വെള്ളം സംഭരിച്ച് വെക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത് വളരെയധികം പ്രശ്നം ഞങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇന്ന് 6 ദിവസമാണ്, 6ാമത്തെ ദിവസമാണ്. 4 ദിവസം ഒരു പൈലിട്ടപ്പോൾ പൊട്ടിയ വെള്ളം പുനഃസ്ഥാപിക്കാൻ 4 ദിവസം എടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പം 6ാമത്തെ ദിവസമാണ് ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഒരു വീട്ടിലും ഒരു ടാങ്കിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അത് ഡോക്ടർ അരുൺകുമാർ, ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രശ്നമുണ്ട്. എന്തായാലും ഈ ടാങ്കറിലും മറ്റും വെള്ളം എത്തിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ അശാസ്ത്രീയമായ തരത്തിലാണ് ഈ പൈലിംഗ് ഉണ്ടായത് എന്ന ആരോപണമടക്കം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കുടിവെള്ള പൈപ്പ് ലൈൻ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഈ 2 പൈലിങ്ങുകൾ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും കൂടുതൽ ആഴത്തിലേക്ക് പൈലിംഗ് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ തന്നെ ഇവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടൊരു ശാശ്വതമായൊരു പരിഹാരമില്ലാതെ ഈ മെട്രോയുടെ പൈലിംഗ് തുടരരുത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. താങ്ക് യു. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്.